ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൊതുവേ എല്ലായിടത്തും ഒരു സംസാരമാണ്, എ സി ഇട്ടാൽ ഒരുപാട് കറണ്ട് ബില്ല് വരുമോ, താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാവർക്കും പേടിയാണ്. പക്ഷേങ്കിൽ ഇന്ന് അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതെൻ്റെ വീട്ടിലെ 2 എ സി ഉണ്ട് എനിക്ക്. അതിലൊരു എ സിയാണിത്, ഹെയറിൻ്റെയാണിത്. എ സി ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം, എ സി 20 താഴോട്ട് ഇടരുത്. 16, 17 ഇട്ടിട്ട് ഓരോരുത്തർ പറയും ഹൈ കൂളിംഗ് ആയി, തണുത്ത് വിറച്ചു എന്നൊക്കെ പറയും. അത് ശരിയാണ്, തണുത്ത് വിറയ്ക്കത്തൊന്നുമില്ല, സാധാരണ കൂളിംഗ്, പെട്ടെന്ന് കൂളിംഗ് ആവും, അത് ശരിയാണ്. പക്ഷേ കംപ്രസർ അതനുസരിച്ച് ലോഡ് എടുക്കും, കറണ്ട് ആവും. എപ്പോഴും 24 സെറ്റ് ചെയ്യുക. ഞാനിത് ഇപ്പം എ സി ഇട്ടിട്ടുണ്ട്. എ സി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ആയതുള്ളൂ. നല്ല അടിപൊളി കൂളിംഗാണ്. 24 ഇട്ടേക്കുന്നത്. അതോ ടെമ്പറേച്ചർ നമ്മൾ എപ്പോഴും 24 കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ എയർ വെളിയിൽ പോകാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഇത് എൻ്റെ ഒരു മുറിയാണ്, എൻ്റെ വലിയ വീടൊന്നുമല്ല, ചെറിയൊരു വീടാണ്. അതിനകത്ത് സീലിംഗ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഒരു വാൾ ഫാനും ഉണ്ട്, കർട്ടനും ഒക്കെ ഇട്ടിട്ടുണ്ട്, ജനലുണ്ട്. എയർ മാക്സിമം ഒരു ശകലം പോലും വെളിയിൽ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതും പിന്നെ ടെമ്പറേച്ചർ ഒരിക്കലും 16, 17 ഒന്നും ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ല കറണ്ട് ആവും. കംപ്രസർ ഓരോ പ്രാവശ്യം കട്ട് ഓഫ് ആകുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ യൂണിറ്റ് അടിക്കും. പിന്നെ രാത്രിയിലൊക്കെ ഫുൾ ടൈം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 26, 25 ഇട്ട് കൊടുത്തിട്ട് സ്ലീപ്പിംഗ് മോഡിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. സ്ലീപ്പിംഗ് മോഡ് ഇട്ട് കൊടുക്കേണ്ടവർ, അങ്ങനെ നിർബന്ധമില്ല. പക്ഷേ 24 ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ ഒരു ഫിൽറ്ററുണ്ട്. ഫിൽറ്റർ എ സിയുടെ ഈ മണ്ടഭാഗത്ത് ഫിൽറ്റർ വരും. ആ ഫിൽറ്റർ എ സിയുടെ നമ്മൾ കാറിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്യുന്ന പോലെ ഈ ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്യാം. പൊക്കി വെച്ചിട്ട് നമുക്ക് ആ ഫിൽറ്റർ ഊരിയെടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അത് നല്ല വാട്ടർ സർവീസ് ഉള്ള മോട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് പമ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നല്ലതായിട്ട് സോപ്പ് പൊടിയൊക്കെ ഇട്ടൊന്ന് കഴുകി വൃത്തിയാക്കുക. ഫിൽറ്ററിനകത്ത് ധാരാളം പൊടികളൊക്കെ ഉണ്ടാവും. അത് കയറി ബ്ലോക്ക് ആയാലും നമുക്ക് എയർ വെളിയിലോട്ട് കിട്ടാതെ വരും. അപ്പോൾ അതനുസരിച്ച് കംപ്രസർ ലോഡ് എടുക്കും, അപ്പോൾ കറണ്ട് ആവും. അതൊന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ നമുക്ക് തന്നെ ചെയ്യാനേ ഉള്ളത്. എ സി ടെക്നീഷ്യൻ വരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ എ സിക്ക് സാധാരണഗതിയിൽ ഓരോരുത്തർ വീട് പണിയൊക്കെ കോൺട്രാക്ടറെ ഏൽപ്പിക്കും. ചിലപ്പോൾ അവർ വെളിനാട്ടിലൊക്കെ ആയിരിക്കും, ജോലി സ്ഥലത്തൊക്കെ ആയിരിക്കും. പക്ഷേ എ സിയുടെ വയർ ഇടുമ്പോൾ എപ്പോഴും 4mm വയർ ഇടുക. അത് കുറഞ്ഞ് കിട്ടാൽ ഏത് സമയം കത്തിയെരിഞ്ഞു പോകും. ഞാനൊരു ഇലക്ട്രീഷ്യനാണ്, അപ്പം ഞാൻ ചെയ്യാറുള്ള അങ്ങനെയാണ്. പിന്നെ മെയിനായിട്ട് എ സിക്ക് എർത്തിങ്, അത് മെയിൻ ഒരു പോയിൻ്റാണ്. എ സിയുടെ 3-pin കോഡ് വയർ തന്നെയാണ് വരുന്നത്. എ സി പോലുള്ള ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇതിനൊക്കെ എർത്തിനൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എർത്തിങ് ലൈൻ കറക്റ്റായിട്ട് ചെയ്യുക. നമ്മുടെ എല്ലാം വീടിനൊരു കോമൺ എർത്തുണ്ടാവും. ആ എർത്തല്ല പറഞ്ഞത്, ആ എർത്തിങ് കറക്റ്റ് ആണോ ഇല്ലയെന്ന് നമ്മൾ ടെക്നീഷ്യനെ വിളിച്ച് കാണിക്കുകയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഇതിനൊക്കെ അഡീഷണൽ എർത്താണ് ചെയ്തേക്കുന്നത്. എനിക്ക് വീടിന് എർത്തിങ് ഉണ്ട്, അഡീഷണൽ എർത്തിങ്ങാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം 2 എ സിക്കും 2 എർത്തിങ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്രിഡ്ജിന് വേറെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ചെയ്യണം എന്നല്ല പറഞ്ഞു. അഡീഷണലായിട്ട് സെപ്പറേറ്റ് ഓരോന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കമ്പ്യൂട്ടറിനൊക്കെ ഇപ്പോൾ ഞാൻ ഇലക്ട്രീഷ്യനാണ്, ഞങ്ങൾ വയറിങ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഇരിക്കുന്ന സ്പോട്ടിൽ അതിനോട് ചേർന്ന് ഞങ്ങൾ എർത്ത് സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് കമ്പ്യൂട്ടറിന്, വീടിൻ്റെ കോമൺ എർത്ത് കൂടാതെ. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഇത് എർത്തിങ് സെപ്പറേറ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ചിലരിത് കേൾക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കും, എല്ലാത്തിനും നമുക്കിപ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്കുള്ള എർത്തിങ് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അറിയാവുന്നൊരു ടെക്നീഷ്യനെ വിളിച്ച് കാണിക്കുക. മെയിൻ എർത്തിങ് കറക്റ്റ് അല്ലെങ്കിൽ കറണ്ട് ലീക്കാവും, ഒരുപാട് കറണ്ട് ആവും. ഇവിടെ ആദ്യ സമയങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നു, ഞാനത് ക്ലിയർ ചെയ്തു. ഇപ്പം വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ്, 2 എ സി ഒക്കെ ഉണ്ടായിട്ട് എനിക്ക് 1000 സംതിങ്ങേ വരുന്നുള്ളൂ. ഈ പ്രാവശ്യമാണ് ഇച്ചിരി കൂടി വന്നത്, 1300 സംതിങ് വന്നത്. അതിലും താഴെയാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഈ വർഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ എ സി യൂസ് ചെയ്തത്. നല്ല ചൂടായതുകൊണ്ട് 2 എ സിയും ഇടാറുണ്ട്. പിന്നെ ടെമ്പറേച്ചർ നമ്മൾ അത്യാവശ്യം 24 തന്നെ ഇടുക. ഇപ്പോൾ നല്ല കൂളിംഗായി, 10 മിനിറ്റ് ആയോളം വേണ്ടിയിട്ട്. ഇതിന് തൊട്ടപ്പുറത്ത് ഒരു റൂമാണ്, അത് വോൾട്ടാസിൻ്റെ എ സിയാണ്. എയർ കഴിവതും ലീക്കാകാതെ ശ്രദ്ധിക്കുക. അതിന് വാർപ്പ് കെട്ടിടമാണെങ്കിൽ ആ മുറിക്കകത്തൊക്കെ എയർ ഹോളുണ്ടെങ്കിൽ അതൊക്കെ തെർമോക്കോളൊക്കെ വെച്ചൊന്ന് ഫില്ല് ചെയ്യുക. ജനലുകളൊക്കെ അടച്ചിട്ടേക്ക് വേണമെന്ന് ഉറപ്പ് വരുത്തുക. അതൊക്കെ മാത്രം ശ്രദ്ധിച്ചാൽ മതി.
ഒരു കറണ്ട് ബില്ലും ആകത്തില്ല. ധൈര്യമായിട്ട് AC ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്ന വ്യക്തിയാണ്, എനിക്ക് AC ഉണ്ടായിട്ട് പറയുവാണ്. ഇത് ചുമ്മാതെ പറയുന്നതല്ല. ഈ ഒരുപാട് കറണ്ട് ഒന്നും ആകത്തില്ല. പിന്നെ എർത്തിങ് മസ്റ്റ് ആയിരിക്കണം. എർത്ത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കറണ്ട് ആവും, നല്ല കറണ്ട് ബില്ലും വരും. AC എത്ര സമയം വർക്ക് ചെയ്യുന്നോ നല്ല യൂണിറ്റ് വരും. എർത്തിങ് നോക്കുക. അത് നമുക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല. ഇല്ലാത്തവർ ഒരു ടെക്നീഷ്യനെ വിളിച്ച് എർത്തിങ്സ് ചെക്ക് ചെയ്യുക. ഞാനൊരു ടെക്നീഷ്യൻ ആയതുകൊണ്ട് ഇത് പറയുന്നു. എൻ്റെ വീടിൻ്റെ അയൽവക്കത്തും കുറേ വീടുകളിൽ ഞങ്ങൾ ഇത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. AC വെച്ചിട്ട് ഈ പ്രാവശ്യം തന്നെ കുറേ AC വെച്ചിട്ടുണ്ട്. ഞാനല്ല, AC വെച്ചിട്ട് വയറിങ് ഞങ്ങൾ കറക്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. എർത്തിങ്ങൊക്കെ സെപ്പറേറ്റ് ചെയ്യണമെന്നൊരിക്കലും ഞാൻ പറയുന്നില്ല, പക്ഷേ എർത്ത് കറക്റ്റ് ആക്കുക. പിന്നെ വയറിങ് നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ AC വെക്കുന്നവർ സെപ്പറേറ്റ് ACയുടെ പോയിൻ്റ് ഇല്ലെങ്കിൽ വയർ ചെയ്യുമ്പം ടെക്നീഷ്യനോട് ഫോറം വയറിടാൻ പറയുക. എർത്തിങ് കറക്റ്റ് ആക്കുക. നമ്മുടെ വീടിൻ്റെ എർത്ത് ഇപ്പം എല്ലായിടത്തും കിട്ടണമെന്നില്ല. എർത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് എർത്ത് വയർ. ഗ്രീൻ വയറുണ്ട്, അത് 3 പിൻ ടോപ്പും കുത്താനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് കറണ്ട് ബില്ലിനെ നമുക്ക് ധൈര്യമായിട്ട് കുറയ്ക്കാം. ധൈര്യമായിട്ട് ആർക്കും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഞാൻ പല കമൻറ്റും കണ്ടു. പലർക്കുള്ള ഒരു സംശയമാണ് AC വെച്ചാൽ ഒരുപാട് കറണ്ട് ആകുമോ എന്ന്. അങ്ങനെ ഒരിക്കലും ഇല്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ AC ഇട്ട് കഴിഞ്ഞ് ഡോറ് എപ്പോഴും തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഒന്ന് വെളിയിലോട്ട് പോയി ഒന്ന് പുറത്ത് പോകുന്നു. വീടിൻ്റെ കാര്യം പറയുന്നത്, കടകളിലത് പറ്റില്ല. അപ്പുറത്തെ മുറിയിലോട്ട് പോയി അല്ലെങ്കിൽ പുറത്തോട്ട് പോയി അങ്ങനെ ഏറെ വെളിയിൽ പോകും. വീണ്ടും അത് അത്രയും കൂളിങ് ആക്കുമ്പോൾ കറണ്ട് ആവും. മാക്സിമം ഡോർ അടച്ച് തന്നെ ഇടുക. രാത്രിയിൽ ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു 25-26 ഇട്ട് കൊടുത്ത് നമ്മുടെ മുറിയിലെ ഫാനോട് ഒന്ന് ഓൺ ചെയ്തിട്ട് കൊടുക്കുക. ഇത് വോളാണ്, സീലിംഗ് ഫാൻ ഉള്ളവർ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഒരു പ്രശ്നമില്ല. പക്ഷേ 20ക്ക് ബാക്കിലോട്ട് വരില്ല. ഇത് മുന്നോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞും ബാക്കിലോട്ട് വരുന്തോറും ACയെ സംബന്ധിച്ച് ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. 16 തൊട്ടാണ് തുടങ്ങുന്നത്. 17, 18, 19 ഒക്കെ ഹൈ കൂളിംഗ് ആണ്. നമ്മളവർക്ക് മുന്നോട്ട് കൂടുന്തോറുമാണ് ടെമ്പറേച്ചർ. ACയെ സംബന്ധിച്ച് മുന്നോട്ട് കൂടുന്തോറും ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുന്നത്. പുറമോട്ട് വരുന്തോറും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 16 ഇട്ട് കഴിഞ്ഞാൽ കറണ്ടാവും. ഈ 24 ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ എർത്തിങ്സ് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഫിൽട്ടർ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യുക ഇടയ്ക്കൊക്കെ. മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെ നമുക്ക് ചെയ്യാനേ ഉള്ളൂ. ഒരു കറണ്ടും ആകത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തത് പലരുടെയും തെറ്റിദ്ധാരണയൊന്ന് മാറ്റാൻ വേണ്ടി മാത്രമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.